BJP ആകെ പെട്ടിരിക്കുകയാണ്. ഒരു രക്ഷയുമില്ല. ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥകൾ നമ്മളൊക്കെ കണ്ണു തുറന്ന് കണ്ടതാണ്. കാരണം പലയിടങ്ങളിലും BJPക്ക് വലിയ തിരിച്ചടികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് NDAയിൽ നിന്ന് വരെ സഖ്യകക്ഷികൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം, പ്രതിരോധിക്കാനും സാധിക്കാത്ത ഒരു ഘട്ടം ഇപ്പോൾ BJPക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരാദ്യം തന്നെ കണക്ക് കൂട്ടിയതാണ് ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടി നേരിടും, 2014 പോലെയുള്ള സീറ്റുകൾ നമുക്കവിടെ ലഭിക്കില്ല എന്ന ഒരു കണക്ക് കൂട്ടലുകൾ BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് BJP കണ്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ BJPയെ വളർത്തുക, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ മുന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി അവിടെ നിന്ന് സീറ്റുകൾ കൊയ്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ നടത്താൻ വേണ്ടി അവർ മുന്നോട്ട് വന്നു. അത് കുറച്ചു രീതിയിൽ കർണാടകയിൽ ഫലം കണ്ടുവെങ്കിലും പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ തിരിച്ചടിച്ചിരിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 BJPക്ക് വലിയ മുൻതൂക്കമുണ്ടായി. 28 ലോക്സഭാ സീറ്റുകളിൽ 16 BJP നേടുകയും 10 കോൺഗ്രസ് നേടുകയും 2 JDS നേടുകയുമാണ് ചെയ്തത്. എന്നാൽ തമിഴ്നാട്ടില് DMKയും PMKയുമായി സഖ്യമുണ്ടാക്കി അവിടെ നിന്ന് സീറ്റുകൾ കൊയ്യാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ മുന്നിൽ കിടക്കുകയാണ്. എന്നാൽ തെലങ്കാനയുടെയും ആന്ധ്രയുടെയും കാര്യം ഏറെ പരിതാപകരം എന്ന് പറയട്ടെ. കേരളം എടുത്തു നോക്കിയാൽ അതിനേക്കാളും വലിയ പരിതാപകരമാണ്. അതായത് ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ള BJPയുടെ എല്ലാ തീരുമാനങ്ങൾക്കും ശക്തമായിട്ടുള്ള തിരിച്ചടി ലഭിച്ചതുകൊണ്ട് ഇനി അവർക്ക് ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഉത്തർപ്രദേശും മറ്റുള്ള സംസ്ഥാനങ്ങളെയും കൈവിടാതെ അവിടെ ഒരു മിനിമം സീറ്റുകൾ നേടിയെടുക്കാനെങ്കിലും BJP ശ്രമിച്ചാൽ മാത്രമേ ഇനി BJPക്ക് രക്ഷയുള്ളൂ. അതിനുവേണ്ടി അവർ എല്ലാവിധ കളികളും ഈ സാഹചര്യത്തിൽ കളിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് ഇപ്പോൾ BJPക്ക് ചെറിയ അനുകൂലമായിട്ടുള്ള സാഹചര്യം കാണിക്കുന്നു. അതായത് വളരെ ചെറിയ തോതിൽ, നേരത്തെ ഉള്ളതിനെ പോലെയല്ല. തമിഴ്നാട്ടിൽ ഒരു MP BJPക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് 5-10 MP ആക്കി മാറ്റാനുള്ള ഒരു ശ്രമം തമിഴ്നാട്ടിൽ BJP നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ BJPക്ക് ഉത്തരേന്ത്യയിലുള്ള സീറ്റ് കുറവ് പരിഹരിക്കാൻ വേണ്ടി സാധിക്കൂ. എന്നാൽ മാത്രമേ BJPക്ക് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കൂ. അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സഖ്യമുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിലേറുന്ന ഒരു വലിയ സാഹചര്യം BJP കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.